പിന്നെ എനിക്ക് മാനസിച്ചിന് ചോദിക്കാറ് മാനസിച്ചിന്റെ ക്യാരക്ടർ മീര ചേച്ചിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിരി ഇതൊരു ഒരു കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട്, ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ. കാരണം ഇപ്പൊ നമ്മൾ ലെസ്ബിയൻസിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മിക്കതും യങ് ആയിരിക്കും, അല്ലെങ്കിൽ വരുന്ന രണ്ട് പേഴ്സും രണ്ടും സെയിം ഏജ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, പിന്നെ നാട്ടിൻപുറം, ഒരു അമ്മ, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ. അപ്പൊ അതിന്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ അത് ചെയ്യാനൊക്കെ? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അതിൽ ടിപ്പിക്കൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, കാണുന്ന അമ്മ, ഭാര്യ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ശരിക്കുള്ള സ്ത്രീകൾ, നമ്മുടെ ചുറ്റിനുള്ള ശരിക്കുള്ള സ്ത്രീകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം അവരെ സ്ക്രീനിൽ അവരായിട്ട് കാണിക്കാൻ ധൈര്യപ്പെടുന്നവര് വളരെ കുറച്ച് പേര്. സായിയും ദൈവവും ഒക്കെ അത് വളരെ ധൈര്യത്തോടു കൂടി അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ എന്തൊക്കെയാണ് അവരുടെ ഡിസയേഴ്സ്, എന്താണ് അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ടാണ് തോന്നിയത്. അത്തരം ഒരു ക്യാരക്ടർ സ്ക്രീൻ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ട് തന്നെ കഴിക്കും. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാനുണ്ടോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ പുരുഷന്മാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവർ ഇച്ചിരി കുറവാണ്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു പവർ കുറവാണ്, അവർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടർ ആണ്. അപ്പൊ ഒരു സ്ത്രീനായിരിക്കും സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ വർഗം തിരിക്കേണ്ട കാര്യമില്ല. അതിൽ ഇതെല്ലാം നമ്മൾ മനുഷ്യരാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ മനനം ചെയ്യുന്നവരാണ് മനുഷ്യരെന്നാ പറയുന്നത്. അപ്പൊ അത് രണ്ട് ആണായാലും പെണ്ണായാലും എന്തായാലും ഇതിന് കഴിവുള്ളവരും രണ്ട് ഭാഗത്തുനിന്നുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. ഒരാളനുസരിച്ചിരിക്കില്ല അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു നോട്ടബിൾ ആയിട്ട് തോന്നിയത്, ഓക്കെ സായി ഡയറക്ട് ചെയ്തു, കഥ എഴുതി, അത്രയും സ്ട്രോങ് ആയിട്ട് ക്യാരക്ടർ ചെയ്തു, പക്ഷെ ഒരു കോറായിട്ടായിട്ട് ദേവചേട്ടൻ വന്നിരിക്കുന്നത് ആൻഡ് ഈസ് എ മെയിൽ. അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഡൗട്ട്ഫുൾ ആണ് ഒരു മെയിലിന് അത്രയും സ്ട്രോങ് ആയിട്ട് ഫീമെയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. രണ്ട് പക്ഷത്തുണ്ട്. സ്ത്രീവിരുദ്ധതാന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കിടയിലുള്ളത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല സ്ത്രീവിരുദ്ധ സമരങ്ങളിലെ മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഞാനാണ് ഇതിന്റെ മുന്നിൽ ആ സമരത്തിന് ഉയർത്തുന്ന ആശയത്തെ പൊളിക്കുകയാണെന്നാണ്. അപ്പൊ സ്ത്രീകളെ തന്നെ അതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആശയത്തെ പൊളിക്കുക, സമൂഹത്തിന് മുന്നോട്ടുള്ള നടത്തത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ആണുങ്ങളുടെ തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ആണുങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിലും സ്ത്രീകളും കൂടി അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ്. ഈ സിനിമയിൽ തന്നെ സായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ട് സ്ത്രീ വിരുദ്ധത എവിടെ കഥാപാത്രം സിനിമ ചെയ്യിച്ചത് അങ്ങനത്തെ അത് റിവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുന്നു കരുതി കഴിഞ്ഞാൽ അതിലുള്ള മെയിൽ ക്യാരക്ടേഴ്സിനെ എല്ലാം തെമാടികളായിട്ട് കാണിക്കുക, സ്ത്രീകളെല്ലാം വളരെ നല്ലതായി കാണിക്കുക എന്നുള്ള രീതിയിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ സിനിമ അങ്ങനെ തന്നെ നമ്മൾ റിയാലിറ്റി പോലെ തന്നെ സ്ത്രീകൾക്കിടയിലും സ്ത്രീ വിരുദ്ധത ഉള്ളവരുണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീവിരുദ്ധ ഇല്ലാത്തവരുണ്ട്. നമ്മള് ചുറ്റും അങ്ങനത്തെ ഒരുപാട് പേരെ കാണാറുണ്ട്. ചിലപ്പോ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഏറ്റവും സ്ത്രീകൾ ശത്രുക്കൾ സ്ത്രീകളാണ് പലപ്പോഴും. സത്യമല്ലേ? നിങ്ങളുടെ സ്ത്രീകളല്ല ഒരിക്കലും ഞാനങ്ങനെ പറയില്ല, അത് മനസ്സിലാക്കൽ പോലെ ഇരിക്കും. ശരി. ഇപ്പൊ ചേട്ടൻ എന്താ പറയാ ഇതിൽ ആക്ടറിന്റെ അപ്പുറം ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെയത് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു? അത് സായി ദേവനും ആദ്യം എന്റെ അടുത്ത് വന്നത് ഞങ്ങളുടെ ഒരു സുരാജ് വെഞ്ഞാറിനുള്ള ഡേറ്റ് ഉണ്ട്, അതിനെ പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിനെ പറ്റിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി തരാമെന്ന് ചോദിച്ചാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ നേരെ എന്റെ അതൊരു ഫിലിം ബസാർ എന്ന് പറഞ്ഞ വെന്യൂ ആയിരുന്നു, പാർട്ടിക്കിടയിലാണ് സത്യം ഗോവയിൽ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സുരാജ് വെഞ്ഞാറിനുള്ള പറ്റിയ പ്രൊഡ്യൂസർ അല്ലേ, തൊട്ടപ്പുറം കൊണ്ട് ഗ്രേറ്റ് ടി വി കിച്ചന്റെ പ്രൊഡ്യൂസർ കണക്ട് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അത് പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ എന്റെ അടുത്ത് വന്നു, ഇങ്ങനൊരു വലിയ പടമുണ്ട്, സുരാജേട്ടന്റെ ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. ഞാൻ എനിക്കൊരു വലിയ പടം ചെയ്യാൻ കഴിയില്ല, ചെറിയ ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും. അപ്പൊ സായി ഈ ഒരു സബ്ജക്റ്റ് എന്റെ അടുത്ത് വന്നു, കോട്ടയത്ത് വന്നാണ്
സബ്ജക്ട് ചെറിയ പറയുന്നത്. ബഡ്ജറ്റിൽ ഇതിനാണ് സാമാന്യം പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ വലിയ 5-10 കോടി ആ സാധനം അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ സായി വന്ന് കഥ പറഞ്ഞു. ഞാൻ കേട്ടു. ഞാൻ അപ്പം തന്നെ സായിയോട് പറഞ്ഞു, സായി എനിക്ക് ഇന്ന് ഒരു ദിവസം സമയം തന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട്. കാരണം ഞാൻ അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ടിലെ എല്ലാ സിനിമകളും കാണുന്നതാണ്. അപ്പം എന്തെങ്കിലും സാമ്യമുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി, അതുപോലെ LGBT സബ്ജക്റ്റുകളുടെ പല ഇതും ഞാൻ നോക്കി സെർച്ച് ചെയ്തു. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. ഈ സായി ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് ഇതുവരെ വരാത്ത ഒരു ട്രീറ്റ്മെന്റ്. സബ്ജക്ട് ഓഫ് കോഴ്സ് പലരും കാതലാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം. അപ്പം പക്ഷെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നേ വരെ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കൊടുത്തത്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയപ്പോ എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമ അതുപോലെ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ചെയ്യുന്നത്. നമുക്കൊരു അവാർഡ് പടം, കൊമേഴ്ഷ്യൽ പടം. അപ്പൊ എനിക്ക് ഈ സെപ്പറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഏതാ ഞാൻ ആടുജീവിതം 100 കോടി നേടിയ പടമാണ്. പക്ഷെ എന്നാൽ ഫെസ്റ്റിവൽ പടമാണെന്ന് ചോദിച്ചാൽ ഫെസ്റ്റിവൽ പടമാണ്, കൊമേഴ്ഷ്യൽ പടമാണെന്ന് ചോദിച്ചാൽ കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബാരിയറിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല? ഇതൊരു അത്യാവശ്യം ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. എന്നാൽ കൊമേഴ്ഷ്യൽ പടമാണോ, തിയേറ്ററിൽ സക്സസ് ആക്കാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. ഞങ്ങളൊരു ഈ കൂടുതൽ ധൈര്യം കിട്ടിയത് ഞങ്ങള് എറണാകുളം വിദ്യാർത്ഥികളുടെ ഒരു പ്രിവ്യൂ ഷോ നടത്തി. അപ്പൊ അത്യാവശ്യം ക്രിട്ടിക്സുകളെയും LGBT കമ്മ്യൂണിറ്റി ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പൊ ഇവര് ലാസ്റ്റില് LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവസാനം പടം കണ്ടിട്ട് അവരുടെ കണ്ണിൽ നിന്ന് ആ ഒരു ടീയേഴ്സ് വന്നപ്പോഴ് എനിക്ക് മനസ്സിലായി സിനിമ വർക്കായി. ഞാൻ സായിക്ക് ചേർന്ന് അപ്പൊ തന്നെ കൈ കൊടുത്തു. പിന്നെ നമുക്കും അറിയാമല്ലോ, നമ്മളുടെ കണ്ണും നിറയുമല്ലോ ഒരു ക്ലൈമാക്സ്, ഇമോഷണൽ. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് സജി നമ്പ്യാട്ടാണ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി. സജി നമ്പ്യാട്ട് വഴിയാണ് ഞാനിത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പം 25 സ്ക്രീനുകൾ ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. കൂടുതൽ സ്ക്രീനുകൾ കിട്ടും. പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒബ്വിയസ്ലി, കാരണം ഇപ്പൊ നമ്മള് കാതലൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. ഇത് ജൂലൈ 18-നാണ് പിന്നെ ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളി കൂടിയാണ് എനിക്ക് സിനിമ. ഈ സിനിമയുമായി ഞാൻ 18 വർഷത്തിലേറെയായി ഡബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഫെഫ്കയിൽ മെമ്പർഷിപ്പ് സിനിമ പ്രവർത്തിക്കായിട്ട്. പക്ഷെ സിനിമ ചെയ്യുന്ന കുട്ടിക്കാലം മുതലൊരു മോഹമായിരുന്നു. പക്ഷെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചു. ആദ്യം ഒരു പ്രൊഡ്യൂസർ എന്നെ കുറേ നടത്തിച്ച്, ഒരു 6 മാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടി. രണ്ടാമത്തെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, കുഞ്ചാക്കോ ബോബനെ കുറിച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ 6 മാസം നടത്തിച്ച് എന്നെ കുത്തുപാള എടുപ്പിച്ച് മാത്രമല്ല അപമാനിച്ച് ഈ സുരാജേട്ടന്റെ ഡേറ്റ്, സുരാജേട്ടന് പോലും സഹതാപം തോന്നിപ്പേനെ അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു. ആ പ്രൊഡ്യൂസർ കഴിഞ്ഞെങ്കിൽ ഞാൻ ഡബിങ് മാറ്റി വെച്ച് ഞാൻ എന്ത് ചെയ്യും, ആരെന്നെ കഴിക്കും, എങ്ങനെ ഞാൻ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നെ സബ്ജക്റ്റായിട്ട് ബാലകൃഷ്ണൻ ചേച്ചിയുടെ അടുത്താണ് ആദ്യം. ഭാഗ്യജി പൂർണ്ണമായിട്ട് നന്നായിട്ട് പിന്തുണച്ച് ഒത്തിരി പ്രോത്സാഹനം തന്നു, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പ്രൊഡ്യൂസറെ തേടിക്കൊണ്ടു. എനിക്ക് തോന്നി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ ഫെഫ്കയിൽ തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടത്തിച്ച് ബുദ്ധിമുട്ടിച്ചത്. അതിന് ആരും ഉത്തരവാദിയല്ല, യൂണിയൻ ഉത്തരവാദിയല്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ മനുഷ്യന്റെ ആണ് പെണ്ണെന്നൊന്നുമില്ല, മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ ജിഗ്ഗിനെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഒരു സംഭവം. ഇതിന്റെ ഒരു വാശിയായിരുന്നു, എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം, എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതും അവരൊക്കെ 30, 40, 50 ദിവസങ്ങളിൽ 30 കോടി 10 കോടിയൊക്കെ ചെലവാക്കുന്നവർക്ക് നമ്മൾക്ക് മാന്യമായ രീതിയിൽ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കാമെന്നുള്ള വാശിയാണ് സിനിമ കണ്ടു ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണുള്ളത്.